ക്ലാസ് നമുക്ക് കാണാം. കുമ്മിയുടെ തന്നെ ബാക്കി ഭാഗങ്ങൾ എടുക്കുന്നത്. കുമ്മിയുടെ ഇനി കുറച്ചും കൂടി തീരാനുണ്ട്. അത്രയും ഭാഗം നമുക്ക് കാണാം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള 2 സ്റ്റെപ്സാണ് എടുത്തത്. പെട്ടെന്ന് എല്ലാവർക്കും പഠിക്കാൻ പറ്റും. കണ്ടു നോക്കുന്നത്. നമുക്ക് ഇന്ന് ഒരു സ്റ്റെപ്പ് പഠിക്കാം. അതായത് നമ്മൾ കുമ്മിയുടെ ഭാഗം കുറച്ചും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് നമുക്ക് പഠിച്ച് തീർക്കാനുണ്ടെങ്കിൽ കുമ്മി പഠിച്ച് തീർത്തിട്ട് വേണം നമുക്ക് ബാക്കി ഫുൾ എടുക്കാം. നമ്മൾ വഞ്ചിപ്പാട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പം നമുക്ക് കുമ്മി മുഴുവൻ എടുത്തിട്ട് നമുക്ക് ആദ്യത്തെ ഫുള്ളൊന്ന് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ തിരുവാതിരയുടെ ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് ചെയ്യാം. അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പഠിച്ചോണ്ടിരുന്നു. ഇവിടെ ചെയ്തതല്ലേ, പഠിച്ചിട്ടല്ലേ പോയത്. അത് ചെയ്താൽ മതി. അങ്ങോട്ട് പഠിച്ചിട്ട് പോയതല്ലേ, ചെയ്താൽ മതി. ഓക്കെ. പിന്നെ എന്റെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ വീഡിയോയിൽ നോക്കുക. സംശയം ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്നെ വിളിച്ചു ചോദിക്കുക. അതെ ടെസ്റ്റ് ഉണ്ടാകുമോ. അപ്പൊ നമുക്ക് പുതിയ സ്റ്റെപ്പ് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ വലത് കാലം തന്നെയാണ് എപ്പോഴും ചെയ്യുന്ന പോലെ നമസ്കരിക്കുക. വലത് ശ്രദ്ധിക്കുന്നില്ല അല്ലേ. 1 2 3 4 5 6 7 8. അപ്പൊ നമ്മുടെ ഫസ്റ്റ് 1 2 3. നമുക്ക് തിരിച്ചിങ്ങോട്ടാണ് വീണ്ടും 1 2 3. ആദ്യം നമ്മൾ വലത് കാല് 1 2 3 അവിടെ തന്നെ നിൽക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഇടത് കാലം എടുത്തിട്ട് ഇടത് സൈഡ് എടുക്കണം. 1 2 3. തേർഡ് സ്റ്റെപ്പ്. ഇത്രയും വലിയ വലിയ സ്റ്റെപ്പ് ഓടിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ വളരെ ഈസി ആണെന്ന് എനിക്കറിയാം. ചെയ്ത് നോക്കാം. 1 2 3. ഇനി അങ്ങോട്ട് 1 2 3. വെരി ഗുഡ്. ഒന്നും കൂടെ 1 2 3 1 2 3. ഇത്രയുള്ളൂ. നന്നായിട്ട് മനസ്സിലായില്ലേ അല്ലേ. കുറച്ചും കൂടെ ഫ്രണ്ട് എടുത്തേക്കാം അല്ലേ. അപ്പൊ വലതുകാലം ചെയ്യുമ്പോൾ നമ്മൾ വലതുകാലം നമ്മൾ ഇടത്ത് അറിയാം. അതൊക്കെ വലതുകാലം ഇടത്ത് സൈഡ്. അപ്പൊ 1 2 3. മനസ്സിലായി. തിരിച്ചോട്ട് 1 2 3. ഒന്നുകൂടെ പറഞ്ഞുതരാം. 1 2 3 1 2 3. ഇത്ര സ്റ്റെപ്പ്. ഈസി സ്റ്റെപ്പ് അല്ലേ. 1 2 3. ഇനി ഇങ്ങോട്ടാണ് 1 2 3. ഒന്നും കൂടെ 1 2 3 1 2 3. ഇതാണ് സ്റ്റെപ്പ്. നന്നായിട്ട് മനസ്സിലായോ. ഇനി നമുക്ക് ഇതിന്റെ കൈ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. കൈ എടുക്കുമ്പോൾ നമ്മളിപ്പോ ഇങ്ങോട്ടല്ലേ തിരിയണം. കാണാമോ ഞാൻ ചെയ്യുന്നത്. അപ്പൊ 1 2 3ക്ക് നമ്മൾ കൈ അടിക്കുകയാണ്. അപ്പൊ 1 2 3 4 സ്റ്റെപ്സ് നമ്മൾ ചെയ്തു. സ്റ്റെപ്സ് നമ്മൾ 3 ചെയ്തു. പക്ഷെ കൈ നമ്മൾ 4 എണ്ണം വരും. അതായത് 1 2 3 4. അടുത്ത് നിൽക്കുന്ന ആൾക്ക് കൈ കൊടുക്കും. പിന്നെ നമ്മൾ തിരിച്ച് ലെഫ്റ്റിലോട്ടല്ലേ ചെയ്യണ്ടേ. അപ്പൊ നമ്മൾ 1 2 3 4 ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ചെയ്യണം. നോക്കാം നോക്കുന്നൂടെ ചെയ്തോ. 1 അപ്പോൾ കൈ ഇരിക്കുന്നത് ഇതാണ്. 1 2 3 4. അടുത്ത് നിൽക്കുന്ന ആൾക്ക് തിരിച്ചിങ്ങോട്ട് 1 2 3 4. അപ്പൊ നമുക്കിത് റൗണ്ട് ആയിട്ട് നിൽക്കാം. സ്റ്റെപ്പ് മനസ്സിലായല്ലോ. ഒന്നുകൂടെ നോക്കാം. അത് നിങ്ങൾ ആദ്യം വലത് കാലാണ്. 1 2 3 4. തിരിച്ചിങ്ങോട്ടാണ് 1 2 3 4. അപ്പൊ ഒന്നുകൂടെ സംശയം ഒന്നുകൂടെ 1 2 3 4. ഞാൻ അങ്ങോട്ട് തിരിക്കണം. 1 2 3 4. മനസ്സിലായോ. ഓരോ ചെയ്യാം. 1 2 3 4 1 2 3 4. ഇത്രയുള്ള സ്റ്റെപ്പ്. നന്നായിട്ട് മനസ്സിലായില്ലേ സ്റ്റെപ്പ്. ഇനി നമുക്ക് ഇതിന്റെ പാട്ടൊന്ന് പാടി നോക്കാം. ഓക്കെ. അല്ലേ. ഇത് നമുക്ക് ഇതിന്റെ ബാക്കി കൂടെ നമുക്ക് ഇതുവരെ പാടിയെടുക്കാം.
ഇനി അടുത്ത സ്റ്റെപ്പ് ഭയങ്കര പാടുള്ള സ്റ്റെപ്പാണ്. ഒരു 7-8 ചവിട്ട് നമ്മൾ ചവിട്ടേണ്ടി വരും. അപ്പൊ ഞാൻ കാണിച്ചത് 1 2 3 4 1 2 3 4 ഇത്രയും സ്റ്റെപ്പ്. നിങ്ങൾ പേടിച്ചു പോയില്ല അങ്ങനെ വന്നപ്പോ ചെയ്തോളൂ. നിങ്ങൾ കാല് കുറച്ച് ദൂരെ വെക്കുക. എന്നിട്ട് 1 2 കൂടി തിരിഞ്ഞു 3 4 ചെറുതായിട്ട് താഴ്ന്നേ 1 താണം 2 3 4 1 2 3 4 ഇങ്ങനെ കാണിക്കരുത്. 1 താഴ്ന്നു തിരി നേരെ ഇങ്ങോട്ടല്ലേ ആദ്യം ഇങ്ങോട്ടാ അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് 1 1 2 3 4 1 2 3 4 അത്രേ ഉള്ളൂ സ്റ്റെപ്പ്. മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലോ. ഇനി ഇതിന്റെ കൈ എടുക്കാം. നമുക്ക് കൈ എടുക്കുമ്പോ എങ്ങനെ 1 2 3 4 ഈസിയാണല്ലോ സ്റ്റെപ്പ് അല്ലേ? മുട്ടിന്റെ ഈ ഭാഗം അതെ മുട്ടിന്റെ ജോയിന്റിനുള്ള പ്രശ്നങ്ങളൊക്കെ മാറും. അപ്പൊ 1 2 3 4 അപ്പൊ നിങ്ങൾ തമ്മിലാണ് നമുക്ക് തമ്മിലാണ് ചെയ്യുന്നത്. 1 2 3 4 1 2 3 4 1 2 3 4 മനസ്സിലായില്ലേ? ഈസി ആണല്ലോ സ്റ്റെപ്പ് അല്ലേ? ഓ ഈസി സ്റ്റെപ്പ് ഇട്ടപ്പോ സന്തോഷം. അത് ശരി, ചിരിക്കുന്നില്ല. അതെ, അപ്പൊ ചിരിച്ചു. നമുക്ക് ഇനി ഇതിന്റെ പാട്ടും പാടി ഒന്ന് ഉറങ്ങണം. അതായത് ഞാൻ അതിന് ആ ദമയന്തിയോട് വേടൻ പറയാണ്. കഥയായിരിക്കും അല്ലേ? നാടനും ദമയന്തിയോട് പോകുന്നു, കാട്ടിൽ ശ്രമിക്കുന്നു. അപ്പൊ നാടൻ പതുക്കെ ദമയന്തിയുടെ ഒറ്റയ്ക്കാക്കി നാടൻ അങ്ങ് പോവാണ്. കാരണം ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിലേക്ക് തോന്നല്ലോ. അങ്ങനെ പോയപ്പോൾ ഘോര സർപ്പം വന്നു വിഴുങ്ങാൻ വന്നു ദമയന്തി. അപ്പൊ അതിന് ദമയന്തി നിലവിളിച്ച് കാട്ടിലെ ആരുമില്ല. നിലവിളിച്ച് കഴിഞ്ഞപ്പോ ഒരു വേടനാക്കി സർപ്പത്തെ കൊന്നു. പക്ഷെ സർപ്പത്തെ കൊന്നു നോക്കിയപ്പോ സുന്ദരിയായ ഒരു സ്ത്രീയാണ് ദമയന്തി. വളരെ സുന്ദരിയാണ്. അപ്പൊ വേടൻ ആ സുന്ദരിയെ വെള്ളം കഴിച്ചപ്പോഴാന്നുണ്ട്. അപ്പൊ രക്ഷയില്ല, വേടനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് ഇവര് പറയുകയാണ്, ഞാൻ നിങ്ങളെ എന്നെ രക്ഷിച്ച ആളല്ലേ, അപ്പൊ അച്ഛനെ പറഞ്ഞാൽ കേൾക്കാന്ന് പറയണം. വേടൻ പലതും പ്രലോഭിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് അത് തരാം ഇത് തരാം പണ്ട് കൊടുക്കും പറയാം. മനസ്സിലായ ഇതാണ്. അപ്പൊ നമ്മൾ ആ സന്തോഷത്തിലും വേടനോടുള്ള ദേഷ്യം കാണിക്കുന്നത് നമ്മൾ രക്ഷിച്ച ആളല്ലേ, അപ്പൊ സന്തോഷത്തിൽ ചെയ്യാം. കഥ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ കഥ. നമുക്കറിയാം ഇങ്ങനെ ഉള്ളിലോട്ടുള്ള പറഞ്ഞു. ആ ശരി. അപ്പൊ അത് ഞാൻ നിങ്ങൾക്കറിയാം. പിന്നെ അറിഞ്ഞൂടാത്ത ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കാണുവാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കിക്കോട്ടെ എന്ന് പറഞ്ഞ കഥ ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, വേടൻ ഇങ്ങനെ വന്നു രക്ഷിക്കുന്നു. ആ പാമ്പിൽ നിന്നും അമ്പ ചെയ്ത് രക്ഷിക്കുകയാണ്. അപ്പൊ ദമയന്തി രക്ഷപ്പെട്ട സന്തോഷത്തിൽ അപ്പൊ വേടൻ വിളിക്കുകയാണ്. രക്ഷപ്പെടുത്തിയോണ്ട് വേണ്ട സൗന്ദര്യം കണ്ടിട്ട് വേടൻ ഇവരെ വിളിക്കണം. പക്ഷെ ഇവരുടെ ഡ്രസ്സ് വരെ എടുത്തുകൊണ്ടിരുന്ന ഈ നടൻ അങ്ങോട്ട് പോയത് കലി കയറിയത്. നടനിൽ കലി ആവേശിച്ചാണ് ശരിക്കും. അങ്ങനെ ഒരു കഥ വലിയ കഥയാണ്. അപ്പൊ അങ്ങനെ പറ്റിയതാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഈ പാവം ദമയന്തിക്ക് അങ്ങനെ നിൽക്കും. വേടം അടുത്ത് വരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടാണ്. പക്ഷെ അയാൾ പ്രലോഭിപ്പിക്കുകയാണ്. വേടൻ പറയുകയാണ്, ഞാൻ അത് തരാം ഇത് തരാം, നല്ല പട്ടു ഡ്രസ് തരാം എന്നൊക്കെ. ഇവര് രാജകുമാരിയാണെന്ന കാര്യം അറിയില്ലല്ലോ വേടൻ. അപ്പൊ അതാണ് നമ്മളിപ്പോ ചെയ്യുന്ന ഭാഗം. അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഒട്ടും അറിയില്ലെന്ന് നേരത്തെ തൊട്ട് കഥ പറഞ്ഞേനെ. അതുകൊണ്ട് മനസ്സിലാക്കുമ്പോ കുറച്ചുകൂടെ മുദ്രകളൊന്നുമില്ല നമുക്ക്. എങ്കിലും നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണല്ലോ. എന്തെങ്കിലും പാട്ട് രക്ഷിച്ച് എല്ലാവരും കേട്ട് കളിക്കുന്നതേ ഉള്ളൂ. ഇതിനനുസരിച്ച് ആർക്കും അറിഞ്ഞൂടാ. ശരിയാ ശരിയാ. അതായത് കഥ അറിയാതെ ആട്ടം കാണുന്നു. അപ്പൊ ഞാൻ കഥ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം അല്ലേ? പാട്ട് ഇതാണ്. അത്ര സ്പീഡ് കുറച്ചുകൂടെ സ്പീഡിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ പഠിക്കാൻ വേണ്ടി നമ്മൾ സ്ലോയിൽ ചെയ്തതേ ഉള്ളൂ. നമുക്കിനി എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി സ്പീഡിൽ ചെയ്യാം. നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ നോക്കാം അല്ലേ? മുമ്പേ നോക്കാം. നമുക്ക് കൂടെ അല്ലേ? നോക്കാം. ൂര ചേല
നന്നായിട്ട് മനസ്സിലായല്ലോ. ഏറ്റവും എളുപ്പമുള്ള എത്രയും പഠിച്ചതില് ഓക്കെ. ഇപ്പൊ കുമ്പിയുടെ 2 എണ്ണം പഠിച്ചു, 2 സ്റ്റെപ്പ് പഠിച്ചു. എങ്ങനെ പാടുള്ള സ്റ്റെപ്പായിരുന്നു അല്ലേ? അതായത് വളരെ ഈസി ആയതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായി പെട്ടെന്ന് പഠിച്ചെടുത്തത് കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്ര മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇഷ്ടപ്പെട്ടുവാണല്ലോ അല്ലേ? പെട്ടെന്ന് പഠിക്കാവുന്ന സ്റ്റെപ്സ് ആണ് ഇത്. ഒട്ടും പഠിക്കാത്തവർക്ക് പോലും പഠിക്കാൻ പറ്റും. എല്ലാവരും ശ്രമിച്ചു നോക്കൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.